ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മീഷോന്ന് ഞാനൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിനുള്ളിൽ എന്താ നോക്കാം കേട്ടോ. എന്തായാലും ഇതിന് അത്ര വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. 150 ഉള്ളൂ. 150. യെസ്, അല്ല 150 അല്ല, 137. അപ്പം ഇത്രയും ചെറിയൊരു സംഭവമാണ്. ഇതിലുള്ളത്തെ സാധനങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം. അത്ര വലിയ ഒരു ഇതൊന്നുമില്ല. ഓപ്പൺ എന്താ പറയുക, അത്രയും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാ കേട്ടോ. ഫസ്റ്റ് നമുക്കൊരു ചാർജർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ ബോക്സും ഈ ചാർജർ കൂടി കണ്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചിലർക്ക് കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ മീഷോയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് ഈ സംഭവം കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല അടിപൊളി സംഭവമാണല്ലോ. അതിൽ റിവ്യൂസൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നിയിട്ട് അപ്പോൾ വിചാരിച്ചു എന്തായാലും ജസ്റ്റ് ഒന്ന് വാങ്ങി വെക്കാം. അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ലല്ലോ. 150 രൂപ, 159 തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയത് 137 രൂപക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സംഭവം നോക്കി നോക്കാം അല്ലേ. അത്രയും ചെറിയൊരു സാധനമാണ്. പക്ഷെ അതിൽ കാണിക്കുമ്പോൾ വലിയ സാധനമാണ്. പക്ഷെ നമുക്കറിയാം അത്രേ ഉണ്ടാവുള്ളൂ, ഇത്രയും ഇത് ഉണ്ടാവുള്ളൂ എന്നൊക്കെ അറിയാം. പിന്നെ ഇതിൽ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. ചാർജ് ഫുള്ളി ഫോർ യൂസിങ് ബ്ലൂടൂത്ത് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഫുള്ളായിട്ട് തന്നെ ചാർജ് ചെയ്യണം എന്നതിൽ എഴുതിയിട്ടുണ്ട്, പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ give us 5-star rate on your order, mark order deliver and get cash back up to rupees 2000 in your Google Pay. Give us 5-star rating on your order, mark order delivered and get cash back up to rupees 2000 in your Google Pay, PhonePe, Paytm. On after giving 5 stars rating and send screenshot in my WhatsApp number കൊടുത്തിട്ടുണ്ട്. To avail the cashback, kindly follow our page. Okay, charge fully before using Bluetooth product. Thank you. അപ്പോൾ ഇതാണ് ഒരു എന്താ പറയുക, കൺഗ്രാജുലേഷൻസ് പറഞ്ഞുകൊണ്ട് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിനുള്ളിലത്തെ സംഭവം ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു രസമാണ് കാണാൻ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ജസ്റ്റ് എനിക്കൊരു ഫോട്ടോ കാണിച്ചിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയാം. അപ്പോൾ ഇതൊരു എന്താ പറയുക, സെൽഫി റിംഗ് ലൈറ്റ് ആണ് കേട്ടോ. വാവ്, ഇത് വർക്കാവോ ഇല്ലേന്ന് അറിയില്ല, പക്ഷെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര എന്താ പറയുക, സ്മോൾ റിംഗ് ലൈറ്റ്. ഇത് നമ്മൾ മൊബൈലിൽ യൂസ് ചെയ്യുന്നതാണ്. മൊബൈലിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഫ്രണ്ട് ക്യാമറ നമ്മൾ സെൽഫി എടുക്കുമ്പോഴൊക്കെ സമയത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് അതിലൊന്ന് എന്താ പറയുക, ജസ്റ്റ് അതിലൊന്ന് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ചാർജ് ചെയ്ത് വെക്കണം. എന്നിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, അത് നല്ലതാണോ ചീത്തതാണോ ഒന്നും അറിയില്ല. ഇതൊരു എന്താ പറയുക, ഒരു വെയ്റ്റ്ലെസ് ആണ് കേട്ടോ, തീരെ കാണില്ല. അതിൽ കാണുമ്പോൾ നമ്മളിപ്പം ആ പിക്ചർ ഉണ്ടല്ലോ, മീഷോയിൽ കാണിക്കുന്ന പിക്ചർ, അതിൽ കാണിക്കുമ്പോൾ ഭയങ്കര വലുതായിട്ട് തോന്നും. പക്ഷെ നമുക്കത് ഇമേജിൻ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ മൊബൈൽ എന്താണ് ഫിറ്റ് ചെയ്യുന്ന സംഭവമല്ലേ. അപ്പോൾ എന്തായാലും അത്രയും മൊബൈലിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ളൊരു സംഭവമല്ലേ ഉണ്ടാവുക. പക്ഷെ അതിൽ കാണിക്കുമ്പോൾ ഇമേജ് ഇത്ര വലിപ്പമുള്ളതും അപ്പോൾ നമ്മൾ എന്തായാലും വാങ്ങിക്കും. നമ്മൾ ആ ഫോട്ടോ കാണുമ്പോൾ എന്തായാലും നമ്മളിത് ഓർഡർ ചെയ്യും. അത്രയ്ക്ക് രസമാണ് കാണാൻ. ഓക്കെ, അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് വെക്കട്ടെ കേട്ടോ. ചാർജ് ചെയ്തിട്ട് ആദ്യം ഓപ്പൺ ചെയ്താൽ മതി, എന്നിട്ട് വീഡിയോ എടുത്താൽ മതിയായിരുന്നു. ഓക്കെ, എന്തായാലും ഫുള്ള് ചാർജ് ചെയ്യണം. അതെങ്ങനെ ഫുള്ള് ചാർജ് ആവുന്നൊരു ഐഡിയ ഇല്ല. ജസ്റ്റ് എന്തായാലും വെച്ച് നോക്കട്ടെ. ഇതൊരു പവർ ബാങ്ക് ഉണ്ടായിരുന്നല്ലോ.
സാധാ ഒരു നോർമൽ ചാർജറാണ് കേട്ടോ. നമ്മൾ പണ്ടത്തൊക്കെ ഫോൺ ഉണ്ടാകുന്നില്ലേ, അപ്പോൾ കുറച്ച് മുന്നേ ഇറങ്ങിയ ഫോൺ അങ്ങനത്തെ ഒരു ചാർജറാണ് കേട്ടോ, ചെറിയൊരു ചാർജർ. അപ്പോൾ ഇതിൻ്റെ താഴെയാണ് ചാർജ് ചെയ്യുന്ന സംഭവം വന്നിട്ടുള്ളത്. എന്താടാ ഈ എന്ത് സംഭവത്ത് അപ്പോൾ നമ്മൾ ഫോണിൽ എങ്ങനെ ഹോൾഡ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഫോണിന് ഫ്രണ്ടിലായിട്ട് ഇതാ ഇങ്ങനെ അങ്ങനെയാണല്ലേ. യെസ്, ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ക്യാമറ എന്തായാലും അറിയൊന്നുമില്ല കേട്ടോ. ക്യാമറ ഇതാ ഇവിടെ ക്യാമറ കാണുന്നുണ്ട് കണ്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ലൈറ്റ് എടുക്കുമ്പോൾ ആ ഫ്ലാഷ് ലൈറ്റ് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ലൈറ്റ് വരുമ്പോഴേ നമ്മുടെ മുഖം നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് തന്നെ ക്ലിയർ ആവാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ലൈറ്റ് വേണം, എന്നാൽ മാത്രമേ ഉള്ളൂ ആ വീഡിയോ ഒരു എന്താ പറയുക അല്ലെങ്കിൽ ഫോട്ടോ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ കേട്ടോ നമ്മളിപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പം ഭംഗിയുണ്ടാവും, എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ എന്തായാലും പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇതിൽ തന്നെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ അതിൻ്റെ റിവ്യൂ. ഫസ്റ്റ് ഞാൻ ഇതൊന്ന് ചാർജ് ചെയ്ത് വെക്കട്ടെ. ഓക്കെ അപ്പോൾ ബൈ. അപ്പോൾ കേസ് ഞാൻ സെൽഫി റിംഗ് ലൈറ്റ് ഞാൻ ചാർജ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എനിക്ക് എന്താണ് ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക കേട്ടോ, ഞാൻ നേരെ ഇതിലല്ല കുത്തിയത് കേട്ടോ, ഞാൻ നേരെ പ്ലഗിൽ കുത്തി. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു റെഡ് ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതിനുള്ളിൽ ചെറിയൊരു റെഡ് ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഞാൻ ഫുള്ളായിക്കോട്ടെ എന്ന് വെച്ചൊരു അരമണിക്കൂറോളം ഞാൻ വെയിറ്റ് ചെയ്തിട്ടോ. എന്നിട്ട് ഊരി എടുത്തിട്ട് ജസ്റ്റ് ഞാനിങ്ങനെ ഓൺ ആക്കി നോക്കി. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് ബട്ടൺ വരുന്നത് കണ്ടോ, ഇതിൻ്റെ ബാക്കിലൊരു ബട്ടൺ വരുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഇത് ഓൺ ആവേണ്ടതാണ്. പക്ഷേ പ്രസ് ചെയ്തിട്ട് ഇത് ഓൺ ആവുന്നില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ എന്തൊക്കെയോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഓണായി. അപ്പം തന്നെ ഇത് ഓഫ് ആവുകയും ചെയ്തു. അപ്പോൾ ഇത്രയും നേരം ഞാൻ വീണ്ടും ഞാൻ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ റെഡ് ലൈറ്റും കാണുന്നില്ല. ഞാനത് ഈ സ്വിച്ച് ഓൺ ആക്കുകയും ചെയ്തു, പക്ഷെ ഓൺ ആവുന്നില്ല. പക്ഷേ ഇത് എന്തോ ഡാമേജ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം തന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് കാണാൻ ഭയങ്കര ക്യൂട്ടാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത് നമുക്ക് യൂസ്ഫുൾ ആവണ്ടേ. അപ്പോൾ ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് മീഷോന്നാണ് കേട്ടോ. ഇഷ്ടമായതുകൊണ്ട് കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര രസമുണ്ട് കാണാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോഴേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആമസോണിൽ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ നെക്സ്റ്റ് വീക്ക് ചിലപ്പം കിട്ടുമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ മീഷോന്ന് നിങ്ങൾ ഇതിൻ്റെ റിവ്യൂ കണ്ടപ്പോൾ എല്ലാം നല്ല നല്ല കമൻസാണ് വന്നിട്ടുള്ളത്. ഇനി എൻ്റെ ഭാഗത്തുള്ള തെറ്റാണോ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ ജസ്റ്റ് കുത്തി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഫുള്ള് ചാർജ് ആയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല കേട്ടോ. ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫുൾ ചാർജ് ആയതിനു ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെനിക്ക് അറിയില്ലായിരുന്നു ഇത് ഫുൾ ചാർജ് ആയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത്. അപ്പോൾ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഈ എന്താ പറയുക സ്വിച്ചിലൊന്ന് ഓൺ ആക്കി കൊടുത്താൽ. ഇതിൽ ഓണാണോ ഓഫാണോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ തന്നെയാണ് എല്ലാത്തിലും കാണുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സ്വിച്ച് കൊടുക്കും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സ്വിച്ച് ഉള്ളത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതിൽ ലൈറ്റ് വരേണ്ടതാണ്. പിന്നെ 3 ഷെയ്ഡ് വരുന്നുണ്ട്, യെല്ലോ ഷെയ്ഡ്, ഗോൾഡൻ ഷെയ്ഡ്, അങ്ങനെ സോറി യെല്ലോ അല്ല ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ഒരു പ്യുവർ വൈറ്റ് വരുന്നുണ്ട്, പിന്നെ ചെറിയൊരു വൈറ്റ് കളർ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത്. പക്ഷേ ഇതിൽ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മീഷോന്ന് വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഞാൻ ആമസോണിൽ വാങ്ങിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ആമസോണിൽ വാങ്ങിയിട്ട് എന്തായാലും ഞാൻ അതിൻ്റെ റിവ്യൂ ഇടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ആമസോണിൽ വാങ്ങിയിട്ട് ആദ്യം ഞാൻ ചാർജ് ചെയ്ത് വെക്കും. ഒരു മണിക്കൂറെങ്കിലും ചാർജ് ചെയ്ത് വെക്കണം. അതിനുശേഷം മാത്രം ഞാനിത് ഓണാക്കുള്ളൂ. പക്ഷെ സത്യം നല്ല ആഗ്രഹിച്ച് വാങ്ങിച്ചിരുന്നു. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ, ഇത് കിട്ടുകയാണെങ്കിൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കണം, നല്ല വീഡിയോസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുമല്ലോ, നല്ല നമ്മുടെ ഫേസിലോട്ട് ആ ലൈറ്റ് വരുമ്പോൾ. എഴുതിയിട്ടുള്ളത് സെൽഫി റിംഗ് ലൈറ്റ് എന്നാണ് എഴുതിയിട്ടുള്ളത്. സെൽഫി മാത്രമല്ല കേട്ടോ, നമുക്ക് ബാക്ക് ക്യാമറ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അത് ഇപ്പോൾ നമ്മളിപ്പം ഇതിപ്പോൾ സെൽഫി ആയിട്ട് യൂസ് ചെയ്താൽ ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ സെൽഫി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ലൈറ്റ് കത്തുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണുമ്പോൾ.
ഇങ്ങനെ എടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലോട്ടും വെക്കാം കേട്ടോ ഈ ലൈറ്റ്. ബാക്കിലോട്ട് ക്യാമറ നമ്മുടെ ക്യാമറ ഉണ്ടല്ലോ അതിനനുസരിച്ച് വെക്കണം കേട്ടോ. ഈ ഫോണാകുമ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് നമ്മൾ എടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ടോ ആണെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ എടുക്കുകയാണ് സമയത്ത് നമുക്ക് ഫ്രണ്ട് ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഈ ലൈറ്റ് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ ക്യാമറ മറിയാത്ത സ്ഥലത്ത് വെക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിലോട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.